SMFിൻ്റെ അക്കാദമി വിങ്ങാണ് ഈ പ്രീമാരിറ്റൽ കോഴ്സിൻ്റെ ഒരു മോഡ്യൂളും സംവിധാനം കൊണ്ടുവന്നത്. നമ്മൾ 8 വർഷമായി. അപ്പോൾ നമ്മൾ 100 കണക്കിന് യുവാക്കളുടെ കോഴ്സ് കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മളതിൻ്റെ RP വർക്ക്ഷോപ്പിൽ 112ഓളം RPമാർ റെഡിയാവാണ്. തീർച്ചയായിട്ടും SMFിൻ്റെ മഹല്ലുകൾ നമുക്കറിയാം, ആയിരക്കണക്കിന് മഹല്ലുകൾ നമുക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലാക്കുന്നത്. ആദ്യമായി ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു പ്രാധാന്യത നമ്മൾ താഴെ തട്ടിലുള്ള ജനങ്ങളിലേക്ക് മഹല്ല് വഴി എത്തിക്കണം. കാരണം മനുഷ്യ ജീവിതത്തിൽ അവൻ എത്ര ഉയർന്നു പോയാലും ശരി, ഏത് പദവിയിലെത്തിയാലും ശരി, സ്വന്തം വീട്ടിലൊരു സമാധാനവും ഒരു സൗഖ്യവും ഇല്ലാതിരുന്നാൽ അവൻ്റെ എല്ലാ സംവിധാനങ്ങളും തകർച്ചയിലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും അതുപോലെ തന്നെ പ്രഗത്ഭരായ വ്യക്തികളാണെങ്കിലും അവരെവിടെ എത്തിയിട്ടുണ്ടെങ്കിലും വീട്ടിൽ സൗകര്യമില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം അതിനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാകുന്നത്. കാരണം അങ്ങനെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് തന്നെ ലൈസൽ ഇനാൻ കസറത്തിൽ അർദെന്ന, വിഭവങ്ങൾ കുറേ ഉണ്ടായതുകൊണ്ട് അത് ഐശ്വര്യം എന്ന് പറയാൻ പറ്റില്ല. അതേ സമയത്തോ ഇന എന്ന് പറയുന്നത് ഇനൻ നഫ്സാണ്, ആത്മശാന്തിയാണ്, മനസ്സിന് സമാധാനം. അപ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. തസ്കുനു ഇലൈഹ എന്നൊക്കെ ഖുർആൻ പറഞ്ഞത് ഈ കുടുംബത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇത് ചെയ്യേണ്ടത് നമ്മുടെ താഴെ തട്ടിലുള്ള ആളുകൾക്ക് ഈ ബോധം പകർന്നു കൊടുക്കണം. അത് പകർന്നു കൊടുക്കാൻ നമുക്കിപ്പോൾ 112 RPമാരെന്ന് പറയുമ്പോൾ അവർ സാധാരണക്കാരല്ല. അവർ മനഃശാസ്ത്രം പഠിച്ചവരാണ്, ട്രെയിനിങ് നേടിയവരാണ്, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളാണ്, സാമൂഹ്യ പ്രവർത്തനം അറിയുന്ന ആളുകളാണ്, സൈക്കോളജി ബേസ് ചെയ്ത ആളുകളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ കീഴിൽ വിശ്വാസവും ആചാരവും പ്രവർത്തനങ്ങളും ഒക്കെ ആ പഴയ പാരമ്പര്യത്തിൽ തന്നെ നിലനിർത്തുന്നതോടൊപ്പം ആധുനികത ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ കുടുംബജീവിതം ഭദ്രമാക്കാം എന്ന് കൃത്യമായി സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ കെൽപ്പുള്ളൊരു ടീമിനെ നമ്മൾ നിർമ്മിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് ഓർഗനൈസർ ആലിപ്പറമ്പിന്റെ നേതൃത്വത്തിലൊക്കെ ഒരുപാട് പ്രഗത്ഭരായ നല്ലവരായ നമ്മുടെ ഓർഗനൈസർമാർ പ്രവർത്തിച്ച് ആ ഫീൽഡ് 15 സ്റ്റാഫ് നമുക്കുണ്ട്. വലിയ ഓഫീസ് സംവിധാനമുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സംഘടന ഈ കാര്യം പ്രസംഗത്തിലൂടെയും ക്യാമ്പുകളുടെയും ജനങ്ങളെ അറിയിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ട്രെയിനീസ് ഇവർ വന്നിട്ട് ശരിക്ക് ഇത് ജനങ്ങളിൽ ശരിക്കും ഫലിപ്പിക്കാൻ ആവശ്യമായ ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നടത്തും. അങ്ങനെ നമ്മൾ ഓരോ മഹല്ലിലും സത്യത്തിൽ ആ മഹല്ല് കമ്മിറ്റിയെ കൊണ്ട് ഇങ്ങനെ ക്ലാസ് നടത്താനുള്ള ഒരു സ്വാധീനം ചെലുത്തുകയും അവർക്കത് വേണം. ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെയാണ് ഇതും എന്ന് തോന്നത്തക്ക രീതിയിൽ സുഖമുണ്ടെങ്കിലേ കഴിച്ച ഭക്ഷണം പോലും നമുക്ക് ദഹിക്കൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്ന് ഒരു മഹല്ല് കമ്മിറ്റി ഒഫീഷ്യലായിട്ട് NOC കൊടുക്കുന്ന സമയത്ത് ഈ കോഴ്സ് പൂർത്തിയാക്കിയ ഒരാൾക്ക് മാത്രമേ നമ്മൾ വിവാഹ NOC കൊടുക്കൂ. ഈ മഹല്ലിൽ ഈ കോഴ്സ് പൂർത്തിയാക്കിയവരെ വിവാഹിതരാകാൻ പാടുള്ളൂ എന്നുള്ള ഒരവസ്ഥയിലേക്ക്, ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ കമ്മിറ്റികൾ വന്നാൽ ഒരുപാട് കേസുകൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, അസ്വാരസ്യങ്ങൾ എല്ലാം മാറും. അത് മാറ്റിയെടുക്കാനുള്ള ഒരു ഭഗീരഥ ശ്രമം. സത്യം പറഞ്ഞാൽ നമ്മുടെ മൊത്തം സംഘടനാ പ്രവർത്തനത്തിൽ ഇത്രയേറെ ഫലവത്തായ മറ്റൊന്നും ഉണ്ടാവില്ല. ആദർശം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമാണ് നമുക്ക് ഇത്തരമൊരു കുടുംബ സംവിധാനത്തിലുള്ള സുഭദ്രമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ ശ്രമം. അത് വലിയൊരു സംഭവം തന്നെയായിരിക്കും എന്ന് നാളെ ചരിത്രം വിലയിരുത്തും. വലിയൊരു തുടക്കത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഒരു സ്റ്റെപ്പാണ് ശരിക്കും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.